ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് മാംസാഹാരം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ധാരാളം പേര് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം പല ആയുർവേദ മരുന്നുകളും അനിമൽ പ്രോട്ടീൻസുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഇത് നമ്മുടെ ദഹനം പൂർത്തിയാവാൻ ബുദ്ധിമുട്ട് വരും. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മാംസാഹാരം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവിച്ച ആഹാരങ്ങൾ അല്പമായിട്ട് കഴിച്ചോളാൻ പറയാറുണ്ട്. പക്ഷെ കൂടുതൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആയുർവേദ ചികിത്സാ പ്രകാരം ഏത് അസുഖവും ആരംഭിക്കുന്നത് നമ്മുടെ ദഹന പചന വ്യവസ്ഥയിൽ നിന്നാണ്. അതായത് നമ്മുടെ ഗട്ടിൽ നിന്ന്. അവിടുത്തെ ഹെൽത്ത് ശരിയാക്കി കഴിഞ്ഞാൽ, അവിടുത്തെ ആരോഗ്യം ശരിയാക്കി കഴിഞ്ഞാൽ ഈ മിക്കവാറും അസുഖങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തരായിട്ട് ഇരിക്കാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരം വൃത്തിയുള്ളതായിരിക്കണം, നന്നായിട്ട് വേവിച്ചതായിരിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ അത് ദഹിച്ചു പോകണം. കാരണം ദഹിക്കാതെ അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് ആമമായിട്ട് ടോക്സിനായിട്ട് പരിണമിക്കാം. അതുകൊണ്ട് ദഹനം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളുടെ ദഹനത്തെക്കുറിച്ച് നമുക്കറിയണം. 3 തരത്തിലുള്ള അഗ്നികളാണ് ഉള്ളത്. 1 മന്ദാഗ്നി, 2 സമാഗ്നി, 3 വിഷമാഗ്നി. ഈ 4ാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, അത്യഗ്നി. നമ്മളുടെ ഓരോ വ്യക്തിയുടെയും കോഷ്ഠത്തിൻ്റെ ശക്തി, അതിൻ്റെ ദഹനശക്തി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആഹാരം, അവർക്ക് വേണ്ട ആഹാരം നമുക്ക് പറയാം. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പഥ്യം പറയുന്നത്. ആഹാരം ചിലത് കഴിക്കാം, ചിലത് കഴിക്കണ്ട എന്ന് പറയും. ഇറച്ചി, മീനും, മുട്ടയും, തൈരും, തണുത്ത വെള്ളവും ഒക്കെ ഒഴിവാക്കാൻ പറയും, ജനറലായിട്ട് പറയുന്നതാണ്. അതുപോലെ വല്ലാതെ എരിവ് കൂടിയത്, വല്ലാതെ കയ്പ് കൂടിയത്, ഇതൊക്കെ ഒഴിവാക്കാൻ പറയും. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ദഹനം ഒരുമാതിരി ഭംഗിയായിട്ട് നടക്കും. കൃത്യമായ ദഹനവും പചനവും നടക്കുന്ന, അതുപോലെ തന്നെ അത് എക്സ്ക്രീഷന് നടക്കുന്ന ഒരാളിൽ ഒരു അസുഖവും ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം.